Okay, next we discuss Hahn extension theorem in measure theory. Theorem number 9.8. The statement is, suppose that mu is a sigma finite measure on a algebra. Sigma finite measure on an algebra A. Then there exists a unique extension. Then there exists a unique extension of mu to a measure on A star. Mu defined on A, then A is a subset of A star by previous theorem. Then there exists a unique extension of mu to a measure on A star. A measure mu പറയുന്നുണ്ട്. ആ മ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എ സ്റ്റാറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ മ്യൂ സ്റ്റാർ എന്ന് പേര് കൊടുക്കുക. കാരണം മ്യൂ സ്റ്റാർ നമ്മൾ നേരത്തെ കണ്ടു. മ്യൂ സ്റ്റാർ ഈസ് എ മെഷർ ഓൺ എ സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് ബൈ പ്രീവിയസ് തിയറം. അപ്പോൾ എ ഉണ്ട്, അതിൻ്റെ സൂപ്പർ സെറ്റാണ് എ സ്റ്റാർ. നേരത്തെ നമ്മൾ പറഞ്ഞു ബൈ പ്രീവിയസ് തിയറം എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ സ്റ്റാർ. ഓക്കെ, അപ്പോൾ എ സ്റ്റാറിൽ ഡിഫൈൻ ചെയ്യുന്നത് മ്യൂ സ്റ്റാർ ഇറ്റ്സ് എ മെഷർ. അപ്പോൾ മ്യൂവിൻ ഇൻ എ, മ്യൂവിൻ്റെ എക്സ്റ്റൻഷനാണ് മ്യൂ സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ മ്യൂവും മ്യൂ സ്റ്റാറും ഓൺ എയിൽ ഈക്വലാണ്. അതിൻ്റെ മീനിങ് മ്യൂവും മ്യൂ സ്റ്റാറും എയിൽ ഈക്വലാണ്. ദെൻ പിന്നെ മ്യൂ സ്റ്റാറിന് പിന്നെ അഡീഷണലായിട്ട് എന്തുണ്ടാകും? എയുടെ ഔട്ട്സൈഡിൽ കുറേ ഉണ്ട് വാല്യൂസ്, അതിനാണ് വാല്യൂസ്. ബാക്കി എല്ലായിടത്തും സെയിമാണ്. കോമൺ ഡൊമൈനിൽ സെയിമാണ് ഫങ്ഷൻസ്. മ്യൂ ആൻഡ് മ്യൂ സ്റ്റാർ ആൾസോ ഫങ്ഷൻസ് മാപ്പിംഗ്. അപ്പോൾ ബൈ പ്രീവിയസ് തിയറം ദ തിയറം Carathéodory extension theorem says that mu star is a measure on a star. To establish the uniqueness, let a nu or v, here we nu, be a measure on a star which agrees with mu on A. ഇവിടെ നമ്മൾ യുണീക്ക്നെസ് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. യുണീക്ക്നെസ് പ്രൂവ് ചെയ്യാനായിട്ട് ന്യൂ എന്ന് പറയുന്നൊരു പുതിയ മെഷർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുക എ സ്റ്റാറിൽ. അത് എയിൽ മ്യൂ ആക്ട് ചെയ്യുന്ന പോലെ ന്യൂ ആക്ട് ചെയ്യും, അതേപോലെ മ്യൂ സ്റ്റാറും ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ എയിൽ മ്യൂവും വിയും മ്യൂ സ്റ്റാറെല്ലാം ഈക്വലാണ്. എയിൽ ഏത് സെറ്റ് എടുത്താലും. നമ്മളിവിടെ രണ്ട് കേസോടെ ചെയ്യാൻ പോകുന്നത്. സിഗ്മ ഫൈനൈറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് ആദ്യം ഫൈനൈറ്റ് മെഷർ എടുക്കുക. സപ്പോസ് ദാറ്റ് മ്യൂ ഇസ് എ ഫൈനൈറ്റ് മെഷർ. ദെൻ വാട്ട് ഈസ് മ്യൂ സ്റ്റാർ എ? മ്യൂ സ്റ്റാർ എ മീൻസ് ഈക്വൽ ടു ഇൻഫിമം. ബൈ ഡെഫിനിഷൻ ഇൻഫിമം സിഗ്മ മ്യൂ ഓഫ് ഇ എൻ, വേർ എ കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഇ എൻ. ഇതാണ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഇ എൻ മ്യൂ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഫൈനൈറ്റിൻ്റെ സമ്മേഷൻ്റെ ഇൻഫിമം വാല്യൂ ആണ് മ്യൂ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂ ഫൈനൈറ്റ് ആയതുകൊണ്ട് മ്യൂ സ്റ്റാറും ഫൈനൈറ്റാണ്, അതുകൊണ്ട് വിയും ഫൈനൈറ്റാണ്. അപ്പോൾ മ്യൂ സ്റ്റാറും വിയും ഫൈനൈറ്റ് എന്ന് കിട്ടി. ലെറ്റ് ഇ ബി എനി സെറ്റ് ഇൻ എ സ്റ്റാർ. ഇ എന്ന് പറയുന്നത് എ സ്റ്റാറിലൊരു എലമെൻ്റായിട്ട് അസ്യൂം ചെയ്തു. ആൻഡ് ലെറ്റ് ഇ എൻ be a sequence in A such that E contained in union En. Okay, since nu is a measure and agree with mu on A, we have nu E is less than or equal to nu of union En, where n varies from 1 to infinity. This is by using subadditive property. This can be written as less than or equal to summation nu of En. Okay, where En are in A, the assumption is all En are in capital A, therefore nu and mu are same.
Therefore, this is replaced by nu is replaced by mu. That is, nu e is less than or equal to summation n equal to 1 to infinity mu en. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇനിക്വാളിറ്റി നമുക്ക് ലഭിച്ചു. ടേക്കിംഗ് ഇൻഫിമം ഓൺ ബോത്ത് സൈഡ്സ്. ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഓൺലി ഫിക്സഡ് വാല്യൂ ആൻഡ് വേരിയേഷൻ ഈസ് ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ് on n varies. n is variable, n is varies from 1 to infinity, so only take infimum on right hand side. When we put infimum on right hand side, this is the definition of mu star e. That is, nu e is less than or equal to mu star e for any e element a star. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുന്നത് ഈ ന്യൂവും മ്യൂ സ്റ്റാറും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഇനിക്വാളിറ്റി കിട്ടി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇനിക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഈ മ്യൂ സ്റ്റാർ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എക്സ് മൈനസ് ഇ ഈസ് ഈക്വൽ ടു ന്യൂ എ പ്ലസ് ന്യൂ ഇ പ്ലസ് ന്യൂ എക്സ് മൈനസ് ഇ എന്ന് എഴുതാം. കാരണം എക്സിനെ വേണമെങ്കിൽ നമുക്ക് ഈ യൂണിയൻ എക്സ് മൈനസ് ഇ എന്ന് വേണേൽ എഴുതാം. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് മ്യൂ സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് മ്യൂ സ്റ്റാർ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എക്സ് മൈനസ് ഇ എന്ന് എഴുതാം. സിമിലർലി ന്യൂ എക്സ് എന്ന് പറയുന്നത് ന്യൂ ഇ, ദിസ് ന്യൂ ഇ പ്ലസ് ന്യൂ എക്സ് മൈനസ് ഇ എന്ന് എഴുതാം. എക്സ് എയിലെ എലമെൻ്റ് ആയതുകൊണ്ട് ന്യൂ ഇയും എക്സ് മ്യൂ ഇയും സെയിമാണ്. മ്യൂ സ്റ്റാർ എക്സും ന്യൂ എക്സും സെയിമാണ്. ദെർഫോർ mu star e plus mu star x minus e equal to nu e plus nu x minus e, and the right hand side is finite, and each term is not greater than the corresponding term on the left hand side. Each term in right hand side is finite, and also each term is not more than the corresponding terms in left hand side. Therefore, we have mu star e is equal to nu e for all e in a star. Therefore, mu star is unique when mu is finite measure. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ ഒരു ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ന്യൂ ഇ എന്ന് പറയുന്നത് മ്യൂ സ്റ്റാർ ഇയേക്കാൾ താഴെയാണ്. മ്യൂ ഇ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഇയേക്കാൾ താഴെയാണ്. ഇപ്പം ലഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ലഭിച്ചത് ഈ മ്യൂ സ്റ്റാർ ഇയും പ്ലസ് മ്യൂ സ്റ്റാർ എക്സ് മൈനസ് ഇ എന്ന് പറയുന്നത് ന്യൂ ഇ പ്ലസ് ന്യൂ എക്സ് മൈനസ് ഇ. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടുപേരും ഫൈനൈറ്റ് ആണ്. ഈ ഒരു ഇനിക്വാളിറ്റിയും കൂടിയുണ്ട്. അപ്പോൾ അതിൽ ഇത് മനസ്സിലാകുന്നത് ഫസ്റ്റും ഈക്വലാകും, സെക്കൻഡ് ഈക്വലാകും. Therefore, mu star equal to nu for all e in a star. Therefore, mu star is unique when mu is finite. നമുക്കിനി ഇതിൻ്റെ സിഗ്മ ഫൈനൈറ്റ് കേസ് കൊണ്ട് പറയാം. സിഗ്മ ഫൈനൈറ്റ് കേസ് പറയുമ്പോൾ നമ്മളവിടെ എപ്പോഴും അറിയാം, ഒരു സീക്വൻസ് നമ്മൾ അസ്യൂം ചെയ്യും. ഇൻക്രീസിങ് സീക്വൻസ് അസ്യൂം ചെയ്യുന്നു. ഇൻ എയിലാണ് എടുക്കുന്നത് സീക്വൻസ് എടുത്തത്. കണ്ടീഷൻ അത് ഫൈനൈറ്റ് ആയിരിക്കും. സിഗ്മ ഫൈനൈറ്റ് മീൻസ് ഫൈനൈറ്റ് ആയിരിക്കും. ആൻഡ് ആൾസോ ദെയർ യൂണിയൻ എഫ് എൻ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഇതാണ് സിഗ്മ ഫൈനൈറ്റിൻ്റെ ഡെഫിനിഷൻ.
ഓക്കെ, ഇതിൽ നമുക്ക് തൊട്ട് മുമ്പത്തെ റീസൺ കാരണം ഫൈനൈറ്റ് ആയതുകൊണ്ട് ഈ മ്യൂ സ്റ്റാർ ഈ ഇൻ്റർസെക്ഷൻ എഫ് എനും ന്യൂ ഈ ഇൻ്റർസെക്ഷൻ എഫ് എനും സെയിം ആയിരിക്കും ഫോർ എവറി ഈ ഇൻ എ സ്റ്റാർ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ മ്യൂവും വിയും ഈക്വൽ, മ്യൂ സ്റ്റാറും ന്യൂവും ഈക്വലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഇവിടെ ഈ ഇൻ്റർസെക്ഷൻ എഫ് എൻ എന്ന് വെച്ചാൽ ഇയും എഫ് എന്നും ഫൈനൈറ്റ് ആയതുകൊണ്ട്, ഫൈനൈറ്റ് അതിൻ്റെ മെഷർ ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇവിടെ അത് ഹോൾഡ് ചെയ്യും. ഇനി ആൻസറിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യുന്നത് 3.4 ലെമ്മ 3.4 ലെമ്മ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ലെമ്മ പറഞ്ഞിരിക്കുന്നത് ഇ എൻ ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ് ഇൻ എക്സ് ഓർ കളക്ഷൻ എക്സ്. ഇ എൻ ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ് ഇൻ അവർ കളക്ഷൻ എക്സ്, ദെൻ മ്യൂ ഓഫ് യൂണിയൻ ഇ എൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് മ്യൂ ഓഫ് ഇ എൻ. മ്യൂ ഓഫ് യൂണിയൻ ഇ എൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് mu of En, and En is a decreasing sequence, then mu of intersection En is equal to limit mu of En or Fn then Fn. ഏതാണ് അസംഷൻ അതിനനുസരിച്ച് എഴുതുക. അപ്പോൾ ആ ഇനിക്വാളിറ്റി ആ 3.4 ലെമ്മ നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മ്യൂ സ്റ്റാർ ഈ ഇൻ്റർസെക്ഷൻ എഫിന് നമുക്ക് വേണമെങ്കിൽ മ്യൂ സ്റ്റാർ ഈ ഇൻ്റർസെക്ഷൻ യൂണിയൻ എഫ് എൻ എന്ന് എഴുതാം. ദി ന്യൂ ഈ ഇൻ്റർസെക്ഷൻ ഇത് അപ്ലൈ ചെയ്ത് ലിമിറ്റ് മ്യൂ ഇ എൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഓഫ് യൂണിയൻ എഫ് എൻ. അപ്പോൾ അവിടെ മ്യൂ സ്റ്റാർ ആണ്, അപ്പോൾ മ്യൂ സ്റ്റാർ ഫണ്ട് നിർത്തും. ഈ എഫ് എൻ ലിമിറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ എഫ് എന്നെ എന്താ എഴുതാം? യൂണിയൻ ഏതെഴുതാം? യൂണിയൻ എഫ് എൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും യൂണിയൻ എഫ് എൻ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി മ്യൂ സ്റ്റാർ ഈ ഇൻ്റർസെക്ഷൻ യൂണിയൻ എഫ് എൻ ഈസ് ഈക്വൽ ടു വി ഈ ഇൻ്റർസെക്ഷൻ യൂണിയൻ എഫ് എൻ എന്ന് വന്നു. ഈ യൂണിയൻ എഫ് എൻ എന്ന് പറഞ്ഞാൽ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ സെറ്റാണ്. ഇവിടെയും വി ഈ ഇൻ്റർസെക്ഷൻ ഫുൾ സെറ്റ്. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ മ്യൂ സ്റ്റാർ ഇ എന്തെന്ന് കിട്ടി? വി ഓഫ് ഇ എന്ന് കിട്ടി, ന്യൂ ഓഫ് ഇ എന്ന് കിട്ടി. ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഈക്വൽ ടു ബി. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് കേസിലും സിഗ്മ ഫൈനൈറ്റ് കേസിലും മ്യൂ സ്റ്റാറും ന്യൂവും ഈക്വൽ മീൻസ് ആ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് യൂണീക്കാന്ന് കിട്ടി. ഓക്കെ, ഹെൻസ് ദി തിയറം. ഓ മലയാളി കണ്ടു